broken constitutions, these distant illusions. Where does the journey start when we're so far apart? Reality drifts away so slowly. We can change reality. We can change the eyes that see. We can find the time we lost. So let's cherish every path we've Hold up. Yeah. Swirl. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ടെക് മല്ലുവിലേക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത് ഗ്രേസ് മോട്ടോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഒരു ടെസ്റ്റ് റൈഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഗ്രേസ് മോട്ടോഴ്സുമായി ബന്ധപ്പെടുക. അവരുടെ കോൺടാക്ട് ഇൻഫർമേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകിക്കാതെ റിവ്യൂയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് 500 ABS ആണ്. അപ്പോൾ ഇത് സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന വേർഷൻ ആണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ക്ലാസിക് മോഡൽസിൽ സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്നത്. സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്നത് വെറും 500cc മാത്രമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഏകദേശം എല്ലാ 500cc ബൈക്സും ABSലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്ന ക്ലാസിക് 500 സ്റ്റെൽത്ത് ബ്ലാക്ക് ABS ആണ്. അതായത് ഡുവൽ ചാനൽ ABS വരുന്നുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. 499cc സിംഗിൾ സിലിണ്ടർ 4-stroke എഞ്ചിൻ ആണ് ക്ലാസിക് 500 വരുന്നത്. 27.57 PS-ന്റെ പവറാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനൊരു ഡെയിലി 350cc ഉള്ള റോയൽ എൻഫീൽഡിന്റെ ബൈക്ക് ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി 500cc കയറി ഇരുന്ന് ഓടിക്കുമ്പോൾ അതിന്റെ പവറിന്റെ വ്യത്യാസം ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 5 സ്പീഡിന്റെ മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നത്. ഫ്രണ്ടിലും പിന്നിലുമായി നമുക്ക് ഡിസ്ക് ബ്രേക്സും അതിനോടൊപ്പം തന്നെ ABSും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് സസ്പെൻഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മുന്നിലെ ടെലിസ്കോപ്പിക് ഫോർക്സും ബാക്കിലെ ട്വിൻ ഗ്യാസ് ചാർജ് ഷോക്ക് അബ്സർവേഴ്സും ആണ് കിട്ടുന്നത്. അപ്പോൾ പിന്നിലത്തെ ഷോക്ക് അബ്സർവേഴ്സ് നമുക്ക് 5 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷനിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് വീൽ സൈസിലേക്ക് പോകാം. അപ്പം ഫ്രണ്ട് വീൽ എന്ന് പറയുന്നത് നമുക്ക് 19 ഇഞ്ചിന്റെ ഫ്രണ്ട് വീലും അതുപോലെ തന്നെ ബാക്ക് വീൽ എന്ന് പറയുന്നത് 18 ഇഞ്ചിന്റെ ബാക്ക് വീലുമാണ് ഈ വണ്ടിക്ക് കിട്ടുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ക്ലാസിക് റെട്രോ ഡിസൈൻ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്പോക്കുള്ള വീൽസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഉള്ളിൽ ട്യൂബുള്ള ടയറാണ്, ട്യൂബ്ലെസ് ടയർ നമുക്ക് കിട്ടുന്നില്ല. ഇനി നമുക്ക് ഡയമെൻഷൻസിലേക്ക് കിടക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 2140 mm ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 790 mm ആണ്. വണ്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1090 mm വരുന്നുണ്ട്. വീൽ ബേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 1360 mm വീൽ ബേസും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 135 mm ഗ്രൗണ്ട് ക്ലിയറൻസും ആണ് കിട്ടുന്നത്. ഈ വണ്ടിക്ക് വരുന്ന ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി, അതായത് പെട്രോൾ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 13.5 ലിറ്ററിന്റെ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി ആണ്. വണ്ടിയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 194 കിലോഗ്രാമിന്റെ വെയിറ്റ് ആണ്. അപ്പോൾ റൈഡിങ് കംഫർട്ടും മറ്റു കാര്യങ്ങളും ഞാൻ ഒരു റൈഡ് എടുത്തുകൊണ്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും കൂടെ നോക്കാം.
വണ്ടിയുടെ ഹെഡ് ലാംപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഹാലോജൻ ലാംപ്സ് ആണ് കിട്ടുന്നത് ഇവിടെ. ഇനി മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് നമുക്ക് സെൽഫ് സ്റ്റാർട്ട് കിട്ടുന്നുണ്ട്, പാസ് സ്വിച്ച് കിട്ടുന്നുണ്ട്, സ്പീഡോമീറ്റർ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലോ ഫ്യൂവൽ വാർണിംഗ് ലാമ്പ് കിട്ടുന്നുണ്ട്, പാസഞ്ചർ ഫുഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർബർ കിട്ടുന്നുണ്ട് പിന്നിലായിട്ട്. അപ്പോൾ നമുക്ക് സീറ്റിന്റെ ഹൈറ്റും മറ്റും അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്കൊരു റൈഡ് എടുത്തുകൊണ്ട് സംസാരിക്കാം അല്ലെ. റോയൽ എൻഫീൽഡിന്റെ കൂട്ടത്തിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്, അതായത് റെട്രോ സ്റ്റൈലിംഗ് ഉള്ള വണ്ടികളിൽ നമ്മളെ സ്റ്റാൻഡേർഡ് ക്ലാസിക് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ക്ലാസിക് തന്നെയാണ്. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ക്ലാസിക് ആണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ എൻ്റെ റിവ്യൂവിൽ ഞാൻ സിഗ്നൽസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിഗ്നൽസും അതുപോലെ തന്നെ ഇതേ സെയിം വണ്ടിയാണ്. ആകെ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CC മാത്രമാണ് വ്യത്യാസം വരുന്നത്. എല്ലാ സംഭവങ്ങളും ഏകദേശം സെയിം തന്നെയാണ്. വെറും എഞ്ചിൻ്റെ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ബോഡിയും മറ്റു കാര്യങ്ങളും ഒക്കെ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയും ഡുവൽ ചാനൽ ABS കിട്ടുന്നുണ്ട്, അവിടെയും അതായത് നമ്മുടെ സിഗ്നൽസിലും ഡുവൽ ചാനൽ ABS കിട്ടുന്നുണ്ട്. സിഗ്നൽസിന്റെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലേ, പോയി കാണുക. വളരെ അടിപൊളി ബൈക്കാണ്, 350cc അടിപൊളി ബൈക്കാണ്. അപ്പോൾ ഈ ബൈക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. അടിപൊളി ഹാൻഡ്ലിംഗ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോയൽ എൻഫീൽഡിനെ കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഹാൻഡ്ലിംഗ്. അപ്പോൾ നല്ല ഹാൻഡ്ലിംഗ് ആണ്. ഇനിയിപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ കയ്യിലുള്ളത് തണ്ടർബേർഡ് 350X ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിന് ABS ഇറങ്ങാത്ത സമയത്ത്, അതായത് ആദ്യമായിട്ട് തണ്ടർബേർഡ് X പുറത്തു വന്ന സമയത്തായിരുന്നു ഞാൻ ആ ബൈക്ക് വാങ്ങിച്ചത്. അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രേക്കിനോട് അധികം കംഫർട്ടബിൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ അത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല റോയൽ എൻഫീൽഡിന്റെ ബ്രേക്കിങ്ങിൽ വെച്ച്. പക്ഷെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ സിഗ്നൽസ് ഓടിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, വളരെ വലിയ ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ബ്രേക്കിങ്ങിൽ തന്നെ വളരെ നല്ല ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ തീർച്ചയായും ഞാനൊരു കാര്യം ചെയ്യാം, വണ്ടി ഒന്ന് സൈഡാക്കിയതിന് ശേഷം മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. എന്നതിന് ശേഷം ഞാൻ വൈബ്രേഷനും മറ്റു കാര്യങ്ങളും ഒന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ എല്ലാ തവണയും വൈബ്രേഷനും മറ്റും പറയാറുണ്ട്. അപ്പോൾ ഈ വണ്ടി, അതായത് നമ്മുടെ ക്ലാസിക് 500ന്റെ വൈബ്രേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് നമുക്കത് നോക്കിക്കളയാം. ആദ്യം ഒന്ന് മിറർ അഡ്ജസ്റ്റ് ചെയ്യാം, എന്നിട്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എല്ലാ തവണയും വണ്ടി എടുക്കുമ്പോൾ, ഇന്നിപ്പോൾ ഞാൻ പൊതുവെ ചെയ്യുന്നതാണ്, ബൈക്കാണെങ്കിൽ തീർച്ചയായും അപ്പുറത്തെയും ഇപ്പുറത്തെയും മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ 2 മിറർ എടുത്ത് പോവുക. ചിലർ ഒരു മിറർ മാത്രമേ, ഒരു മിറർ അഴിച്ച് കളയാറാണ് പതിവ്. പക്ഷെ 2 മിററാണ് ഇപ്പോൾ നമ്മളെ സേഫ്റ്റിനെക്കാളും വലുതൊന്നും അല്ല സ്റ്റൈലാക്കലും മറ്റുമൊന്നും. അപ്പോൾ ആദ്യം സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുക, എന്നതിന് ശേഷം സ്റ്റൈലും മറ്റു കാര്യങ്ങളും നോക്കുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബൈക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ABS വേർഷൻ അവൈലബിൾ ആണെങ്കിൽ ഒരു 5,000-10,000 രൂപ കൂടുതൽ കൊടുത്താലും സാരമില്ല. നിങ്ങൾ ആ ബൈക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ആ വണ്ടിയുടെ ABS വേർഷൻ അവൈലബിൾ ആണെങ്കിൽ മാത്രം ABS തന്നെ ചൂസ് ചെയ്യുക. ബാക്കിയുള്ള ബൈക്കൊന്നും എടുക്കാണ്ട് നേരിട്ട് ABS തന്നെ ചൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് എല്ലാ കാലവും നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക്, അതായത് ഇന്ന് നിങ്ങൾ ഒരു 5,000-10,000 രൂപ അധികം ചിലവാക്കിയത് നിങ്ങൾക്ക് ഭാവിയിൽ അത് വളരെ ഗുണകരമായിട്ട് വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും നല്ലോണം ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിരിക്കും, പക്ഷേ നിങ്ങളെപ്പോലെ ആയിരിക്കണം എന്നില്ല എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ, അതായത് എൻ്റെ മുന്നിൽ പോയ സ്വിഫ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ആ സ്വിഫ്റ്റിന്റെ സമയത്ത്, അതായത് ഈ ബ്രേക്കിംഗ് എന്നെ വളരെ അധികം സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അവിടെ ഒരു സ്ഥലത്ത് ഞാൻ ബ്രേക്കിംഗ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കോൺഫിഡൻസ് ആണ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടിയത്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും ഇതുപോലത്തെ കോൺഫിഡൻസ് എനിക്ക് തരാറില്ല. പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ. എനിക്ക് ബ്രേക്കിങ്ങിൽ വളരെ ഡൗട്ട്ഫുൾ ആയിരുന്നു ഞാൻ റോയൽ എൻഫീൽഡ് എടുത്ത് കഴിഞ്ഞപ്പോൾ, അതായത് എൻ്റെ തണ്ടർബേർഡ് 350X എടുത്തപ്പോൾ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട് ഇവരുടെ ബ്രേക്കിംഗ്. അപ്പോൾ എൻ്റെ 350Xന്റെ ഫുൾ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതും പോയി കാണുക. അതിലും ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ആ വണ്ടീനെ കുറിച്ച് പ്രശ്നങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് ഞാൻ പറഞ്ഞതുപോലെ
വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എല്ലാ റോയൽ എൻഫീൽഡിനും ഉള്ളതുപോലെ വൈബ്രേഷൻ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. വൈബ്രേഷൻ ഉണ്ട്, എല്ലാ വണ്ടിയിലും ഉള്ളതുപോലെ തന്നെ ഈ വണ്ടിയിലും വൈബ്രേഷൻ ഉണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അടുത്ത ക്ലിപ്പിലേക്ക് പോവാം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ പോയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ ആ ക്ലിപ്പ് കാണിച്ചു തരാം, എൻ്റെ മിറർ എങ്ങനെയാണ് ഷെയ്ക്ക് ചെയ്യുന്നതെന്ന്. അതിൽ വ്യക്തമായിട്ടൊന്നും, അതായത് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ കാണാൻ പറ്റത്തില്ലെങ്കിലും കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് നേരിട്ട് ആ ക്ലിപ്പിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ വലത് സൈഡിലുള്ള മിററിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള വൈബ്രേഷൻ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നേരിട്ട് കാണുമ്പോൾ ഇതിലും വളരെ അധികമാണ്. നമുക്ക് ക്യാമറയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തിനാണെങ്കിലും ഇതിലും കൂടുതൽ വൈബ്രേഷൻ നേരിട്ട് ഉണ്ടാവും. അപ്പോൾ പിന്നിൽ നിന്ന് വരുന്ന വണ്ടി, അതായത് നിങ്ങളൊരു 80യുടെ മുകളിലൊക്കെ സ്പീഡിൽ പോകുന്ന ഒരാളാണെങ്കിൽ, ആവറേജ് സ്പീഡ് 80ൻ്റെ ഒക്കെ മുകളിൽ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പിന്നിൽ നിന്ന് വരുന്ന വണ്ടി കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെ ആണെങ്കിലും ഹാൻഡ്ലിങ്ങിന്റെ കാര്യത്തിലും ബ്രേക്കിങ്ങിന്റെ കാര്യത്തിലും ഞാനിപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ കൂടെ വളരെ കംഫർട്ടബിൾ ആണ്. ഇനി കംഫർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായും അത് എനിക്ക് മറ്റൊരു ബൈക്കിനെയും ഇതിനെ കൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി ഇറങ്ങുന്ന മോഡേൺ ബൈക്സ് ഒക്കെ ഏകദേശം കംഫർട്ടിന്റെ കാര്യത്തിൽ വളരെ മോശമാണ്. പക്ഷേങ്കിൽ ഇത് നമുക്ക് ഒരു ലോങ് റൈഡിനൊക്കെ ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന വണ്ടിയാണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത്. വളരെ കംഫർട്ടബിൾ ആണ്. ഇതിന്റെ സീറ്റിംഗ് ആയിക്കോട്ടെ, കുഷനിങ് ആയിക്കോട്ടെ. ഇനിയിപ്പോൾ സീറ്റിന്റെ കുഷനിങ്ങിനെ കുറിച്ച് എനിക്ക് പ്രധാനം എടുത്തു പറയേണ്ടതുണ്ട്. ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ചെറിയ ചെറിയ കുണ്ടിലും കുഴിയിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ. ഇതിന്റെ ഷോക്ക് അബ്സർവേഴ്സും വളരെ നല്ല ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിന്റെ കുഷനിങ് തന്നെ ഞാൻ നോക്കിയായിരുന്നു, വളരെ നല്ല കുഷനിങ് ആണ് വരുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്ഷനുകളിൽ ഒന്നാണ് റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് 500 എന്ന് പറയുന്നത്. തീർച്ചയായും പോയി ഒരു ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കുക. എൻ്റെ വാക്ക് മാത്രം കേൾക്കേണ്ട, ഒരു ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കുക. എൻ്റെ ജോലി എന്ന് പറയുന്നത് വണ്ടിയെക്കുറിച്ച് പറഞ്ഞു തരൽ മാത്രമാണ്. വണ്ടി നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് നോക്കേണ്ടത് നിങ്ങളാണ്. ഏത് വണ്ടിയെക്കുറിച്ച് നിങ്ങൾ ഓൺലൈനായി കണ്ടാലും റിവ്യൂസ് കണ്ടാലും നേരിട്ട് പോയി ഒരു ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കുക. ടെസ്റ്റ് റൈഡ് എടുക്കാൻ വേണ്ടി ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ടെസ്റ്റ് റൈഡ് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടെക് മല്ലു എന്ന ഈ ചാനലിനെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. ടെക് മല്ലു ഒഫീഷ്യൽ എന്നാണ് എൻ്റെ യൂസർ നെയിം. അതുപോലെ തന്നെ ഇവിടെ യൂട്യൂബിലും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.